ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഒഴുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ. കാറ്റു വന്നു കാതിൽ പറഞ്ഞു. അനു, ഇച്ചായൻ, അനു നീ ഇവിടെ ദാ. ഇച്ചായ, അത് പിന്നെ സോറി ഇച്ചായ, ഇദ്ദേഹം ഒന്നും ചെയ്തില്ല ഇച്ചായ. അത് നീയാണോ പറയുന്നത്? ഇവൻ എന്താ ചെയ്തത് നിനക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ അറിയാതെ അങ്ങനെയൊക്കെ. എങ്ങനെയൊക്കെ? ഇവൻ കാരണം ഞാനും കുക്കിയൊക്കെ എത്ര വിഷമിച്ചെന്നറിയോ? എടാ അത് മിണ്ടരുത് നീ. ഏട്ടാ, ഇനി അങ്ങനെ ഉണ്ടാകില്ല. എങ്ങനെ ഉണ്ടാവരാ? ഇവൻ കാരണം ആ കൊച്ചിന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഞങ്ങളെ കേൾക്കാൻ ഇനി ഒരു തെറിയും ബാക്കിയില്ല. എന്തുദ്ദേശിക്കാൻ? ഇവനൊന്ന് പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോകണ്ടായിരുന്നു. വാക്കോ? എന്ത് വാക്ക്? ആര് പോയി? വേറെ ആര്? ഇവൻ തന്നെ പോകുമ്പോ അറ്റ്ലീസ്റ്റ് ഞങ്ങളോടല്ലെങ്കിൽ അവളോടെങ്കിലും ഒന്ന് പറയണ്ടേ? പാവാ കുട്ടി എത്ര വിഷമിച്ചു കാണും. നീ അവൾ എന്ത് ചെയ്ത്? ഇനിയിപ്പോ അവളൊരു ബ്രേക്കപ്പ് ആയി കാണും. ചിത്തു ഒന്ന് മനസ്സിലാക്കല്ലേ, ഞാൻ പറയാനൊന്ന് കേക്ക്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരത്തെ അറിയായിരുന്നോ? പിന്നെ അറിയാതെ ഒരു കാലത്ത് ഞങ്ങൾ തമ്മിൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ബന്ധമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഇവനെ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അല്ല ഏട്ടാ, അതെന്താ അങ്ങനെ? കളിച്ചും ചിരിച്ചും രസകരമായി പോയ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം ഇവൻ ഒരു ലെറ്റർ മാത്രം എഴുതി വെച്ചിട്ട് പോയി. ഒരു വാക്ക് പോലും കാരണം പോലും പറഞ്ഞില്ല. ഇവന്റെ വിളിക്കായിട്ട് എത്ര ദിവസം ഇവന്റെ പെണ്ണ് കാത്തിരുന്നറിയോ? അവസാനം അവളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് മലയാളത്തിൽ തിരക്കി ക്ഷാമമായതുകൊണ്ടായിരിക്കും ഇംഗ്ലീഷിലുള്ള തെറി. എന്റെ ഗതികേട്. ആ കൊച്ചിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, എന്നാലും അവളുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും. എങ്ങനെ തോന്നി നിനക്ക് അവളോട് അങ്ങനെയൊക്കെ ചെയ്യാൻ? എടാ നിർത്തുന്നുണ്ടോ ഒന്ന്? എന്തൊക്കെയാ നീ കിടന്ന് പറയുന്നത്? ആദ്യം ഞാൻ പറയുന്നത് കേക്ക്. എൻ്റെ അവസ്ഥ അപ്പം അങ്ങനെയായിരുന്നു. ഒരിക്കലും ഞാൻ നിങ്ങളെ അവളെ ഒന്നും വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടല്ല അങ്ങനെ പോയത്. അന്ന് എനിക്ക് നാട്ടിൽ നിന്നൊരു കോൾ വന്നായിരുന്നു, എൻ്റെ പപ്പേനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എന്തോ ബിസിനസ്സിൻ്റെ തട്ടിപ്പിനെ കുറിച്ചിട്ടായിരുന്നു അറസ്റ്റിൻ്റെ കാരണം. അപ്പോൾ കൂടെപ്പിറപ്പുകളെ പോലെ കാണുന്ന പപ്പയുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു പപ്പേനെ ഇങ്ങനെ ചതിച്ചത്. അത്രയും വിശ്വസ്തരായി അവർ ചതിച്ചതറിഞ്ഞ് അപമാനം കൊണ്ടും പപ്പ ആത്മഹത്യക്ക് ശ്രമിച്ചു. നിനക്കറിയാവുന്നില്ലേ എനിക്ക് എൻ്റെ പപ്പയും മമ്മിയും എത്ര പ്രധാനപ്പെട്ടതാണ്? കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില അറിയൂ എന്നതുപോലെ അച്ഛനമ്മമാരില്ലാത്തപ്പോഴേ അവരുടെ വില നമ്മൾ മനസ്സിലാക്കുള്ളൂ. എനിക്ക് ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ കിട്ടി ആദ്യത്തെ 2 നിധികളാണ് എൻ്റെ പപ്പയും മമ്മിയും. അവർക്ക് എന്തെങ്കിലും പറ്റുന്നത് എനിക്ക് എൻ്റെ ഹൃദയം കീറി മുറിക്കുന്ന പോലെയോ ഫീൽ ചെയ്യുക. നമ്മുടെ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നും ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന കാണാൻ എന്ത് ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ നാളെയും കാണണമെന്ന് ആഗ്രഹിക്കും. അതുപോലെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാര് അവരുടെ ചിരി കാണുമ്പോൾ പറയും, തൻ്റെ കുഞ്ഞ് ഇതുപോലെ ചിരിച്ച് എന്നും കാണണമെന്ന്. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ ആഗ്രഹം മാറ്റിവെച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വളർന്നു വലുതായി തൻ്റെ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു നല്ല വാക്ക് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു വാക്ക് പറയുമ്പോൾ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത അധികമായിരിക്കും. അതുകൊണ്ടാണ് പപ്പയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഒന്ന് പറയാൻ പോലും പറ്റാതെ ഞാൻ പോയത്. ഞാൻ നാട്ടിലെത്തിയപ്പോൾ കേട്ടത് പപ്പ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന. 2 ദിവസം ICU കിടന്നത്. അവസാനം ദൈവഹിതം കൊണ്ട് പപ്പ രക്ഷപ്പെട്ടു. എടാ സോറിടാ, ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ നടന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും വരില്ലായിരുന്നു അതിൻ്റെ കൂടെ. എനിക്കറിയാം ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ കുറച്ച് കൂടിപ്പോയെന്ന്. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ അവസ്ഥ. അത് സാറില്ല, തെറ്റെൻ്റെ ഭാഗത്തുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. കുക്കി എടാ, ഞാൻ വേണ്ട, നീ ഒന്നും പറയണ്ട, ഞാനെല്ലാം കേട്ടു. സത്യം പറഞ്ഞാൽ ഞാനതിനെ തെറ്റിദ്ധരിച്ചു. നീ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും നിന്നെ സഹായിക്കില്ലായിരുന്നു. സോറിടാ. അല്ല ഋതിക്കേ, അപ്പോൾ ആ കുട്ടിയോ? ഞങ്ങളുടെ ബന്ധത്തിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ അവളോട് എല്ലാ കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ ഇപ്പം പഴയതിനേക്കാൾ അധികം സ്നേഹത്തില. അത് കേട്ടാൽ മതി. അല്ല, നീ ഇതുവരെയായിട്ട് അവളെ ഞങ്ങൾ കാണിച്ചെന്നില്ലല്ലോ. അത് പിന്നെ സമയമാവട്ടെ, ഞാൻ കാണിച്ചു തരാം. അല്ലാരോ നിനക്ക് ഇവനെ അറിയില്ലല്ലോ, പിന്നെ നീ നേരത്തെ തന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചേ. മൺചട്ടിയില്ലേ, ചെടിയൊക്കെ വെക്കുന്ന ചെടിച്ചട്ടി, എൻ്റെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്ന ചട്ടി. ആ ചട്ടി ചേട്ടൻ അറിയാതെ ഒന്ന് തള്ളിയിട്ട് പൊട്ടിച്ച്. അപ്പോൾ പൊട്ടിപ്പോയതാ സംഭവം. അതിനെക്കുറിച്ച് പറഞ്ഞതാ. ചട്ടിയോ? ഏത് ചട്ടി? ഞാൻ കണ്ടില്ലല്ലോ അവിടെ ഇതുവരെ ചട്ടി. അത് ചിത്രത്തെ കാണില്ല, അത് ഞാൻ ഇപ്പൊ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടേ. അതങ്ങനെ അവനെ പൊട്ടിയിടാം. പിന്നെ അതെ, നേരത്തെ മമ്മി എന്നെ വിളിച്ചായിരുന്നു. ഞാനെന്നാ അങ്ങോട്ട് ചെന്നിട്ടെ. കർത്താവേ, കുറച്ചു നേരം കൂടെ അവിടെ നിന്ന് എല്ലാം തീർന്ന് പോയേനെ. അവർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. അല്ലടാ, ഏത് പോയിരുന്നത്?
അത് പിന്നെ പച്ച പച്ചപ്പൂവോ? അല്ല, പച്ച ചട്ടിയിലുള്ള മഞ്ഞപ്പൂ. സാരല്ല, അവൾക്ക് നാളെ വാങ്ങിക്കൊടുക്കാം. ഞാൻ വാങ്ങിക്കൊടുത്തോളാം. അത് ഞാനല്ലേ പൊട്ടിച്ചേ, അതുകൊണ്ടാ. അതല്ലടാ, ചോദിക്കാൻ മറന്നുപോയി. നീ എങ്ങനെ ഇവിടെ? അത് പിന്നെ ഞാൻ എൻ്റെ അനിയത്തിമാരെ വിളിച്ചിട്ട് വന്നതാ. അനിയത്തിമാരോ? ആര്? ആ ടെസ്സി അമ്മയാണോ? അവർ എൻ്റെ അനിയത്തിമാരോ? അതേടാ. എനിക്ക് ഇങ്ങനത്തെ 2 അനിയത്തിമാരുള്ള കാര്യം പറഞ്ഞില്ല. എന്തായാലും താഴെ പോവാം, വാ. ഹായ് അബേട്ടാ, ഏട്ടനെ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണോ? താനെന്തിനാ അതൊക്കെ അറിയുന്നത്? നമ്മൾ തമ്മിലൊരു ബന്ധമില്ലല്ലോ. അല്ല ഏട്ടാ, അതെന്താ അങ്ങനെ? ഞാൻ ഒരിക്കലും തൻ്റെ മുന്നിലേക്ക് വരണമെന്ന് കരുതിയതല്ല. സാഹചര്യം അതങ്ങനെ പോയി. സോറി. തന്നെ വിഷമിപ്പിക്കാതിരിക്കാനായി ഇനി ഞാൻ തൻ്റെ മുന്നിലേക്ക് വരാതെ ശ്രദ്ധിച്ചോളാം. സോറി. അത് പിന്നെ നേരത്തെ പറഞ്ഞില്ലേ എന്നെ സങ്കടപ്പെടുത്താതിരിക്കാനായിട്ട് എൻ്റെ മുന്നിലേക്ക് ഇനി വരില്ല. അത് എന്താ ഉദ്ദേശിച്ചങ്ങനെ? പഴയ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് മറന്നു വരിക. ഇനി പിന്നെയും അതൊന്നും ഓർമ്മിപ്പിക്കരുത്, പ്ലീസ്. ആ ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ അയാൾ പറഞ്ഞ ഈ പഴയ കാര്യങ്ങളും ഓർമ്മകളൊക്കെ? എനിക്ക് അയാളെ കണ്ട പരിചയമില്ല, ഒരു ഓർമ്മയുമില്ല. ഇനി പഠിച്ച് അയാളുടെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമായിക്കാണോ? അതൊക്കെ എന്തിനാ നമ്മൾ നോക്കുന്നേ? ഓ, ഇയാളെന്താ കാണാത്തെ? രാവിലെ തന്നെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. അതെന്താ മോളെ, ഇന്നലെ നീ മെൻസസിലെ മതിലിടാൻ പോയോ? ആടി, നിന്റെ തന്ത ജൂണേ ഇന്നലെ മതിലിടയപ്പോ കയ്യും കാലും വീണൊടിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പിടിച്ചേരാൻ പോയതാ. ഓഹോ, അപ്പൊ മേത്തി ഉണ്ടാവില്ല കൂടെ? തന്തയ്ക്ക് വിളിക്കുന്നോടി. ഓഹോ, അപ്പൊ പുത്രി എന്റെ തന്തയ്ക്ക് വിളിച്ചാലോ? ഹി നീ എന്റെ പുന്നാര മുത്തല്ലേ. അച്ചടാ, ഏത് സ്വത്ത് സങ്കരമാണ് പതിയില്ല കേട്ടോ. ഓ, രണ്ടൊന്ന് നിർത്തിയേ. നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സാറേ ഒരു ലോങ് ലീവ് എടുത്തിരിക്കുക? ലോങ് ലീവോ? അതെന്തിന്? അതെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ട് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ പതൊക്കെ പറഞ്ഞ് താഴ്ത്തി വീണതാ. അതെന്തായാലും നന്നായി. അങ്ങനെ തന്നെ വേണം. ഈശ്വരൻ എൻ്റെ പ്രവർത്തന കീട്ടേ. ഇനി വേണം ഈ പീരീഡ് മൊത്തം കിടന്നുറങ്ങാൻ. ദേ, ആരും എന്നെ ശല്യപ്പെടുത്തുന്നത്. പോയി. ഹലോ മോനെ, ഉറങ്ങുന്നൊക്കെ നല്ലതാ, പക്ഷെ അതെന്തായാലും ഈ പീരീഡ് പറ്റില്ല. അതെന്താ? ഈ പീരീഡ് എന്തായാലും ആവില്ലല്ലോ. ഇനി കുറച്ച് കാലത്തേക്ക് സാറ് ലീവ് ആയിരിക്കല്ലോ. അപ്പോൾ സാറ് വരുന്നവരെ സീനിയേഴ്സ് ആയിരിക്കും ക്ലാസ് എടുക്കുക. ഓ, അതുകൊണ്ടാണ് അല്ലെന്നോ അരക്കിലോ പൊട്ടിയായിട്ട് വന്നത്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ഇട്ടിട്ട് വന്നേനെ. പക്ഷേ ഞാനാണെങ്കിൽ കുളിച്ചിട്ട് പോലും ഇല്ല. ചേച്ചാ, നീ പിരിക്കണ്ട, നിൻ്റെ കൂട്ടത്തിൽ ഞാനുണ്ട്. കുളിക്കാതെ നനയ്ക്കാതെ നടന്നവരുണ്ടെന്നോ? ഓ, എപ്പോഴെപ്പോഴും കുളിക്കണമെന്നൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ കുളിച്ചാൽ മതി എന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓഹോ, അത് ഏത് മഹാനാണോ അങ്ങനെ പറഞ്ഞത്? അതൊരു വലിയ മഹാനാണ്, ഞാനും കേട്ടിട്ടുള്ളതാ. ആ പേര് എൻ്റെ വായ തുമ്പത്തുണ്ടായിരുന്നു. അല്ലടി, നീ ഞാനൊക്കെ ഒരു വീട്ടിൽ നല്ല വരുന്നത്. എന്നിട്ട് നീ എങ്ങനെ ഇതിൻ്റെ കാര്യം പറഞ്ഞേ? എന്ത് കുളിക്കുന്നതിൻ്റെ കാര്യമോ? ഓ, അതല്ലടി, ആ സാറിൻ്റെ സീറ്റിൻ്റെ കാര്യം. ഓ, അതോ? അത് ഞാൻ ലിസൺ ചെയ്യുന്ന ലൈബ്രറിയിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടതാ. വെറുതെ അല്ല, ഞാൻ കുറേ നേരം ലിസണെ നോക്കുക. അവളെ കുറേ നേരമായിട്ട് മെറിൽ നോക്കിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നീ അവളെ കാര്യം കൂടി അതിനൊരു അരപ്പിരി ലൂസാ. എങ്ങനെ ലൂസാവാതിരിക്കും? നടപ്പം മൊത്തം ചെന്നൈയുടെ കൂടെ അല്ലേ? എടി എന്താ സീനിയർ വരുന്നത്? ശരിയാണല്ലോ. എടി, ഇങ്ങനൊരു പേര് കോഴ്സല്ലേ, പിന്നെന്താ ഇവിടെ? ഹലോ മോളെ, കോഴ്സ് പേരാണെങ്കിൽ ഈ സബ്ജക്റ്റ് 2ലും ഉണ്ട്. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്കൊക്കെ ഓൾറെഡി എന്നെ അറിയാലോ, അതുകൊണ്ട് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ നിൽക്കുന്നില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ, നിങ്ങളുടെ സാറ് സ്റ്റെയർ കേസിൽ നിന്ന് വീണ കാലം ചെറിയൊരു ഫ്രാക്ഷൻ ഉണ്ട്. സോ 2 months റെസ്റ്റ് ഇല്ല. അതുവരെ ഞങ്ങൾ സീനിയേഴ്സൊക്കെ തന്നെ എനിക്ക് എടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ചേച്ചി, ഞങ്ങൾക്കൊക്കെ സന്തോഷമല്ലേ ഉള്ളൂ. ഓക്കെ, ഗുഡ്. സോ അവർ ടോപ്പിക് ഈസ് എക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി. ക്ലാസ് എടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമില്ലുള്ളൂ. അത് കേട്ട് തുള്ളാൻ ഇച്ഛാനും. ഓക്കെ, കിട്ടത്ര. അവളെന്റെ ചേച്ചൻ്റെ അടുത്ത് ഒളിപ്പിച്ച് വരട്ടെ. കരിയോട് പോലും എടുക്കും ഞാനുള്ള മോത്. സൈലന്റ്. ക്ലാസ് തുടങ്ങാനിരിക്കുക, സംസാരിക്കാൻ. ആരിവിടെ ഇപ്പോൾ സംസാരിച്ചേ? ടെസ്സിയാണ് ചേക്കേ. ടെസ്സ, സ്റ്റാൻഡപ്പ്. എന്താ ഇവിടെ ഇത്ര സംസാരിക്കാനുള്ളത്? ഈ ടോപ്പിക്കിൻ്റെ വല്ല ഡൗട്ടാണോ? പിന്നെ ഈ ടോപ്പിക് നോ, I'm sorry. What sorry? Okay, write this equation and explain equilibrium of a rigid ball 50 times and submit tomorrow. Sit down. Okay everyone, come to the topic. ഇതൊക്കെ ലിസ കാരണം. ഇവിടെ ഞാൻ എന്താ ചെയ്യാം? നീയൊന്ന് അടങ്ങാനോ? സോറി ടെസ, ഇതൊക്കെ ഞാൻ കാരണല്ലേ. നീ ടെൻഷൻ ആവണ്ട, ഇതൊക്കെ ഞാൻ ഇച്ചാനും കൊണ്ട് തന്നെ എഴുതിപ്പിച്ചോളാം. Okay everyone, today's hours is over. അപ്പോൾ ഇനി നാളെ വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരാം. ജെക്കെ, എനിക്ക് ഈ പോർഷൻ ക്ലിയർ ആയില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ. Which one? Couple. Okay. Two equal and opposite forces separated by a distance constitute a couple.
Okay, Lisa, just imagine two forces as F1 and F2 is taken as an equal and opposite direction in a distance. ലിസനൊന്ന് നോക്കി ബുക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത അവളത് ഡൗട്ടൊക്കെ ചോദിക്കുന്നു. ഓ അവളെ ഡൗട്ട് എൻ്റെ കുക്കിച്ചാൻ്റെ മൂതൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യൻ്റെ അകത്ത് ഇതൊക്കെ തിളച്ച് വരുന്നത്. എടി അനു ഒന്ന് അടങ്ങടി. എടി ലിസ എൻ്റെ അച്ഛനെ ഞാൻ എനിക്ക് തന്നാണെന്തേ ആ പ്രാന്തത്തേക്ക് കൊടുക്കില്ല. എടി അനു നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഓ സോറി ഞാൻ രാധി കാരണം പറഞ്ഞതാ. അനു നീ പേടിക്കണ്ട, അതൊക്കെ അവളുടെ വെറും സ്വപ്നം മാത്രം. അതാണ് ഇപ്പം എൻ്റെ ധൈര്യം. അല്ല ഇതൊരു ടെസ്റ്റ് കുട്ടിയോ? ക്ലാസ് എടുക്കുമ്പോഴാണ് സംസാരിക്കുന്നത്. പോടാ പറ്റി മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവൻ്റെ രൂക്ക്. അസഭ്യം പറയരുത്. അല്ല മോളെ എന്താ ഇത്രയൊക്കെ ടെൻഷൻ അടിക്കാൻ? ഞാൻ ആലോചിക്കായിരുന്നേ അങ്ങേർക്കട്ടെ എങ്ങനെ പണി കൊടുക്കാന്ന്. ആർക്ക് പണി കൊടുക്കുന്ന കാര്യം? എടി കഴിഞ്ഞ പ്രാവശ്യം ത്രിവിക്രമ സാറിന് പണി കൊടുത്തിട്ട് അതിന്റെ ക്ഷീണം ഒന്ന് മാറി വന്നതേ ഉള്ളൂ. അപ്പത്തേക്ക് അടുത്തത് ഒപ്പിച്ചോ? അത് സാറിനെ അത് വിട്. ഞാൻ സാറിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇത് രാവിലെ വന്ന സീനിയറില്ലേ അജയൊക്കെ അങ്ങേർക്കിട്ട് പണി കൊടുക്കാനാണ് കാര്യം പറഞ്ഞത്. ഞാൻ എത്ര ആലോചിച്ചിട്ടും എൻ്റെ ബുദ്ധിയിൽ അങ്ങേർക്ക് പറ്റി ഒരു പണിയും വരുന്നില്ല. എടാ റോഷ നിന്റെ തല്ലിൽ എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഒന്ന് പറഞ്ഞാടാ. അമ്പിരി വിളിച്ചു എല്ലാം ഞാനിത് പറഞ്ഞതാ. നീ എനിക്ക് എന്തേലും ഞാനെന്ന് വെച്ചിക്കേ ചിക്കൻ പൊരിച്ചത് കൊണ്ടുവന്നിട്ട് അത് ഞാൻ നിനക്ക് തരാം. അത് നീ തരേണ്ട ആവശ്യമില്ല. അത് ഞാൻ കൈ ഇട്ടിട്ടോ. എന്നാ നീ ക്യാൻറ്റീൻ ഇഷ്ടമുള്ള വാങ്ങി കഴിച്ചാൽ ഞാൻ പൈസ കൊടുത്തോളാം. ഹി അത് വേണ്ട. ഞാൻ കഴിച്ചു കഴിഞ്ഞാലേ നീ അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങും. എന്നിട്ട് അവിടുത്തെ പാത്രം മൊത്തം ഞാൻ കഴിക്കേണ്ടി വരും. അങ്ങനെ എന്നെയും കൊണ്ട് അവിടുത്തെ പാത്രം കഴിപ്പിക്കണ്ട. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. എടാ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെ ഇങ്ങനെ തന്നെയാ. പക്ഷേ കാര്യം കഴിയുമ്പോൾ നീ ഓന്തര പോലെ നിറം മാറും. ഇപ്പൊ ഞാൻ എന്താ ചെയ്തു തരണ്ടേ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നെന്താ ഹോംവർക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തന്നാൽ മതി. ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാനോ? ശരി എന്നാ ഐഡിയ പറ. ശ്രദ്ധിച്ച് കേട്ടണം. ഓരോ വാക്കും സൂക്ഷ്മത. ഓ അതങ്ങനെയല്ല, സൂക്ഷ്മത. എന്നെ കൂടെ തെറ്റിക്കാനായിട്ട് സൂക്ഷ്മത. തന്നെ കേട്ടോ. എടാ റോഷ എല്ലാം സെറ്റല്ലേ? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കില്ലേ? ആടാ എല്ലാം സെറ്റാ. അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വരും. അമ്മേ എന്റെ നടു. അമ്മേ ഇത് ചെയ്തത് ആരായാലും അവരെന്റെ കയ്യിൽ കിട്ടിയ ഞാൻ വെറുതെ വിടില്ല. എടാ സക്സസ്. പിന്നെ സക്സസ് ആവാതിരിക്കോ? എന്റെ ഐഡിയ അല്ലേ. ഇപ്പൊ മനസ്സിനെ കുറച്ച് ആശ്വാസമായി. ഞാനെന്നാ ക്ലാസ്സിൽ പോകട്ടോ. ബൈഡാ. ചെല്ല്. ഞാനെന്നാ അങ്ങനെ പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. എത്തിയോ? ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചല്ലേ. എവിടെ പോയി കിടക്കായിരുന്നു? ഇവിടെ എങ്ങും കാണാനില്ല നോക്കിയിട്ട്. ഞാനെവിടെ പോവാൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഒരു ചെറിയ പണി കൊടുക്കാണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് വരുന്ന വഴിയാ. പണിയോ? ആർക്കാ കൊടുത്തേ? അതൊക്കെയുണ്ട്. അതൊക്കെ ഒരു വലിയ സീക്രറ്റാ. സീക്രട്ട് തിരിച്ചു പണിയാവാതിരുന്നാ മതി. ഓ ശകനം എന്ത് പറഞ്ഞാലും ശകനം. ഒന്ന് സക്സസ് ആവാൻ പ്രാർത്ഥിക്കേ. പിന്നെ നീ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കല്ലേ സക്സസ് ആവാൻ പ്രാർത്ഥിക്കണ്ടേ? പോയൊന്ന്. അമ്മേ, ജീനി അമ്മേ, മമ്മി. എന്തുവാടി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പിച്ചക്കാരി വിളിക്കരുത് തന്നെ. ഓ പിന്നെ കണ്ടാലും മതി. ഐശ്വര്യ റായ് അല്ലേ? ഐശ്വര്യ റായ് അല്ല, മിസ് വേൾഡ് വരെ തോറ്റു എൻ്റെ ഈ സൗന്ദര്യത്തിന് മുന്നിൽ. ശരി എൻ്റെ വേൾഡ് വൈഡ് ബ്യൂട്ടിക്കാണേ. എന്നാ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. ചെല്ലേ. മമ്മി ചായ കുടിച്ചില്ലേ? അതൊക്കെ ഞാൻ എപ്പോഴേ കുടിച്ചു. എനിക്ക് വിഷമം ഞാൻ നിങ്ങളാരും നോക്കില്ല. ഗുഡ് കെയർ. ആദ്യം സ്വന്തം ആരോഗ്യം നോക്കിയിട്ട് മതി മറ്റുള്ള ആൾക്കാരുടെ. പക്ഷേ എനിക്ക് നിങ്ങളുടെ ആരോഗ്യമാണ് എൻ്റെ ആരോഗ്യത്തെക്കാൾ പ്രധാനം. എല്ലാ അമ്മമാർക്കും മക്കൾ കഴിഞ്ഞിട്ടുള്ള തൻ്റെ ജീവിതവും സന്തോഷങ്ങളും. അത് പിന്നെ എനിക്കറിയില്ലേ എൻ്റെ ജീനി മമ്മിക്ക് ഞങ്ങളോടുള്ള സ്നേഹം. പിന്നെ ഇച്ചയന്മാർ വന്നായിരുന്നോ? അവരിപ്പോൾ വന്നിട്ട് മോൾസ് റൂമിലേക്ക് പോയിട്ടേ ഉള്ളൂ. എന്നാ മമ്മി ഞാൻ ഇച്ചയന്മാരുടെ അടുത്തേക്ക് പോവാണേ. ജിത്തേട്ടാ കുക്കി ചായ. ഇച്ചായ അയ്യോ കർത്താവേ, ഇച്ചായ ഇതെന്ത് പറ്റി? ജിത്തേട്ടാ കുക്കി ചായ എന്ത് പറ്റി? അത്രയ്ക്കൊന്നുമില്ല. ചെറുങ്ങനെ ആരോ ഒരു പണി കൊടുത്തതാ. അയ്യോ പണിയോ? അതിന് ഇച്ചേൻ എന്താ ചെയ്തവരോട്? ഇവൻ ആരെയും ഒന്നും ചെയ്തില്ലെന്ന് ഇവൻ പറയുന്നത്. ആർക്കറിയാം എന്താ സംഭവം. എന്നാണ് എന്റെ ഇച്ചേനോട് ആർക്കും ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? അനു മെല്ലെ പറ. മമ്മി കേട്ട ടെൻഷൻ അടിക്കും. നമ്മൾ ചീത്ത പറയുകയും ചെയ്യും. എന്നാലിത് വല്ലാത്തൊരു ചെയ്തായി പോയി. അയ്യോ വേദന ചേച്ചേ. അത്ര വേണമെന്നുണ്ടാവില്ല, ചെറിയ കെട്ടല്ലേ. എനിക്കൊരുപ്പേ നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ. ഞാനൊന്ന് ഇവിടെ എഴുന്നേറ്റോട്ടെ, ബാക്കി നിനക്ക് അപ്പം തരാടി. ചുമ്മാ നല്ലടാ, നിന്റെ ഈ സ്വഭാവത്തിന് തന്നെ കിട്ടിയതാടാ. അയ്യോ കർത്താവേ, ഇത് ചെയ്ത് ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരെ പൂമാലിട്ടാതിരിക്കായിരുന്നു. നിന്റെ ഈ കല്ല് മാത്രമല്ല മറ്റേ കല്ലിനോട് ഉണ്ടായിരുന്ന ഒരു കെട്ട്. പൊന്നുമക്കം ഒരു ദിവസം ഇതുപോലത്തെ ഒരു അവസരം വരുമല്ലോ, അപ്പം കാണിച്ചു തരാട്ടാ. പിന്നെ അപ്പൊ ഞാൻ കൈ കിട്ടി നിന്നിട്ടില്ലേ? കയ്യോ കാലോ എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടാവില്ലേ?
ഡിഡി പെരക്കെ കള്ളി ചുള്ളിക്കൊമ്പേ അടങ്ങി ഇരുന്നോണം കേട്ടല്ലോ. നീ പടപ്പഴക്കളം കാട്ടുപോയില്ലേ ദേ എന്നോട് കളിച്ച് ഇച്ചതിന്റെ ബനാന മിൽക്ക് മൊത്തടുത്ത് ഞാനും കുടിക്കും, പിന്നെ ഒരു തുള്ളി പോലും വെച്ചേക്കത്തില്ല. ദേ എന്റെ ബനാന മിൽക്കിലായിട്ട് കൈ വെച്ചാ കൈ ഞാനങ്ങ് വിട്ടും കേട്ടല്ലടാ മൂമ്മേ. ആഹാ എന്താണെന്ന് കാണാനുള്ള ലുട്ടാപ്പി. ലുട്ടാപ്പി നിന്റെ മറ്റവനടി. ആഹാ എന്റെ മറ്റവനെ പറയുന്ന എന്നാ പിന്നെ ടാഗിന് നിന്റെ മറ്റവളടാ. എടി പാറ്റുകളിൽ കൂട്ടിയിരിക്കുന്നവളെ എന്നെ എന്ത് വേണേലും പറഞ്ഞ എന്റെ മറ്റവളെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും കേട്ടല്ലോ. ആഹാ എന്നാലതൊന്നും അറിഞ്ഞിട്ട് എന്റെ കാര്യം കാട്ടുമോക്കനെ. ഓ രണ്ടൊന്ന് നിർത്തിക്കേ, കുറെ നേരമായി രണ്ടും തുടങ്ങിയിട്ട്. ദേ ഇനി ഒരു അക്ഷരം വേണ്ടിയാ രണ്ടിന്റെയും വയറ് ഞാൻ തുണി ഊറ്റി കയറ്റും. ശരി ഇത്രയ്ക്കാവണ്ടായിരുന്നു. ഇനി എങ്ങനെ എഴുതിപ്പിക്കും? എന്തെങ്കിലും കൂടി ഒപ്പിക്കാം. ഇതെന്റെ ഇച്ചാനല്ലേ ഇച്ച, നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ. ഞാൻ ചെന്നിച്ചായിട്ടുണ്ട് വരാട്ടോ. അല്ല വേണ്ട ബൂസ്റ്റ് കലക്കി കൊണ്ടുവരാം. നോക്കടാ എത്ര കൊണ്ട് മനസ്സിലാവും സ്നേഹത്തോടെ ആയിരിക്കും അവളുടെ പെരുമാറ്റം. കാരണം എന്തുകൊണ്ടാ അവൾ എന്റെ അനിയത്തി ആയതുകൊണ്ടാ. പിന്നെ ഞാൻ എന്താ പുകയോ? കുക്കി മോനെ കുക്കി, കർത്താവേ മമ്മയുടെ മോനത് എന്താ പറ്റിയത്? അടിപൊളി, അവള് പോയി പറഞ്ഞു കൊടുത്തെന്ന് തോന്നുന്നു. ഓ എന്റെ ചീനി മമ്മി എനിക്കൊന്നും പറ്റില്ല, ജസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സ്ലിപ്പായിട്ടേ ഉള്ളൂ, കാരണം ചെറിയൊരു ഉളുക്ക് അത്രേ ഉള്ളൂ. ഓ ഞാൻ എപ്പോഴും പറയാനുള്ള എല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നടക്കണമെന്ന്. അതെങ്ങനെ പറഞ്ഞ ഒരെണ്ണം അനുസരിക്കില്ല. നിനക്ക് ഇപ്പം എങ്ങനെയുണ്ടടാ കാലിന്? വലുതായിട്ടൊന്നും ഒരു പ്രശ്നമല്ല, എനിക്ക് എഴുന്നേക്കാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്, അത് 2 ദിവസം കൊണ്ട് ശരിയാവും. പിന്നെ മോൻ റെസ്റ്റ് എടുക്കട്ടോ. പിന്നെ ഇനി ഇതുപോലെ ഒന്നും ശ്രദ്ധിക്കാതെ നടക്കല്ലേ. കിടന്നോ. കുക്കിയേട്ടാ കുക്കിയേട്ടാ. എന്തെടുക്കുരുപ്പേ? ഏട്ടാ അത് പിന്നെ. ഓ എന്ത് പിന്നെ? നീ വലിച്ചിട്ടാത്ത കാര്യം പറയടി. ഇപ്പൊ കാലിനെങ്ങനെയുണ്ട്? ഇത് പറയാനാണ് അത്ര കുറച്ച് കേട്ടുള്ളത്. ഇപ്പൊ കാലിന് കുഴപ്പമില്ല, പക്ഷെ പുറത്തിന് കുറച്ച് വേദന ഉണ്ട്. ആണോ? ഇച്ചാൻ കാണണ. പിന്നെ ജിത്തോട്ടൻ എവിടെയാണെന്നറിയോ? അവൻ അവന്റെ മുറിയിലുണ്ടാവിടെ. ശരി എന്നാ. അതെ ജിത്തോട്ട ഒരു ഹെൽപ്പ് ചെയ്ത് തരുമോ? എന്തേ ഇപ്പൊ ഹെൽപ്പൊക്കെ ചോദിച്ചു? അതെ ചായ നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസൈൻമെൻറ്റാ, പ്ലീസ് ഒന്ന് ചെയ്ത് തരുമോ? നോക്കട്ടെ, എന്താ അസൈൻമെന്റ്? അത് സിമ്പിളാ. അതാ ഈ കാണുന്ന ഇക്വേഷനും ഈ ഒരു ഡെറിവേഷനും ഒരു 15 തവണ എനിക്ക് എഴുതി തരൂ. എത്ര? 15 തവണ? എടി വല്ല ഇമ്പോസിഷൻ ആണോ ഇത്? ഇമ്പോസിഷൻ ഒന്നല്ല, അത് ഞങ്ങളോട് ഈ പഠിച്ച കാര്യം ഒന്ന് 15 തവണ എഴുതിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ കുറേ ഇതാണ്ട്, അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. സത്യമാണോ കർത്താവ് ഇതൊക്കെ? അവിടെ വെച്ചേക്ക്, ഞാൻ എഴുതി തരാം. താങ്ക് യു ചായ, എൻ്റെ ചക്കര ചായ. പിന്നെ ഞാൻ അനുവിനെ അച്ഛനെ കമ്പനിച്ചേക്ക് ഇങ്ങോട്ട് വിളിച്ചിരുന്നു, അവരിപ്പോൾ എത്തും. അത് ശരി, അപ്പൊ അവരിങ്ങോട്ട് വരുന്നുണ്ട്? വരുന്നുണ്ട്. അവരാൻ തോന്നുന്നു, ഞാൻ പോട്ടെ. ആരായിരുന്നല്ലോ ജിത്തു നേരത്തെ പുറത്ത് വന്നത്? അത് മറ്റേ ടെസ്സോ അമ്മാടാ. അനു കമ്പനി സ്റ്റഡിക്ക് അവരെ വിളിച്ചായിരുന്നു. ബെസ്റ്റ്, നല്ല ആളെ കൂടിയ കമ്പനി സ്റ്റഡിക്ക് വന്നത്. എന്നിട്ട് അവളെന്ത് ചെയ്യാനു? അവള് നേരത്തെ എൻ്റെ റൂമിൽ വന്നിട്ട് മറ്റേ എന്തോ എഴുതാൻ പറഞ്ഞായിരുന്നു 15 തവണ. എന്തായിരുന്നത്? ഒരു ബോഡിയുടെ ഇക്വലിബ്രിയം ഓഫ് എ ബോഡി അങ്ങനെ എന്തോ. ഇപ്പൊ അവര് വന്നോണ്ട് അവരെ കൂട്ടം പോയി. ഇക്വലിബ്രിയം ഓഫ് എ ബോഡിയോ? അത് അവളെന്തിനാ എഴുതുന്നത്? അല്ല അവൾ നിന്നെന്താ പറഞ്ഞേ അത് എഴുതാൻ വേണ്ടി? എന്തോ വർക്കാണെന്നോ, നാളത്തേക്കുള്ള വർക്കാ, ഇങ്ങനെ എഴുതി പഠിച്ചിട്ട് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾക്കും എഴുതാണ്ട് കുറെ എഴുതാണ്ടെന്ന് പറയാം. അങ്ങനെ എനിക്ക് എഴുതാൻ തന്നോളൂ. ഇപ്പൊ കുറച്ച് ക്ലിയർ ആവുന്നുണ്ട്. അവളെ ഒന്ന് കാണാം എനിക്ക്. എന്നാ ശരിയടാ, നീ പൊയ്ക്കോ. അല്ലടാ എന്താ ലേറ്റായി പോയത്? കുറച്ചും കൂടെ നേരത്തെ വരണ്ടീന്. അത് വീട്ടിലെ ചെറിയൊരു പണിയുണ്ടായിരുന്നു, അതിൻ്റെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് കഴിച്ചത്. പിന്നെ നിന്റെ വീട്ടിലേക്ക് എന്ത് പറയുന്നത്? അമ്മ, ചേട്ടൻ, ചേച്ചി എല്ലാവരും എന്ത് പറയുന്നത്? അത് പറഞ്ഞപ്പോഴാ അമ്മ അവിടെ. അവള് പുറത്തുണ്ട്, അവൾക്കെന്താ കോൾ വന്ന് സംസാരിക്കായിരുന്നു പുറത്തുനിന്ന്. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖം. ചേച്ചിയുടെ കാര്യം എനിക്കറിയാവുന്നതല്ലേ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കണ്ടിട്ട് വർഷങ്ങൾ എത്രയായി. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ചോദിച്ചാലോ ഒന്നും പറയില്ല. ചേച്ചിക്ക് എന്തോ നല്ല വിഷമമുണ്ട്, കാര്യം എന്തോ പറ്റിയിട്ടുണ്ട്, എന്തൊക്കെയോ ഒളിക്കുന്ന പോലെ. നീ പേടിക്കണ്ട, ചേച്ചി എത്രയും പെട്ടെന്ന് പഴയതുപോലെയാകും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ല പിന്നെ ഇവിടുത്തെ സീനിയർ സാറോ? കുക്കിച്ചായനാണോ? കുക്കിച്ചായൻ്റെ കാര്യം പറയണ്ട, ഒരു വീട്ടിലേക്ക് കിടക്കുക. ആരോ ഇച്ചാനായിട്ടൊരു പണി കൊടുത്തു. പാവം ഇപ്പൊ എഴുന്നേക്കാൻ പോലും കഴിയുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് എഴുന്നേക്കുന്നേ. എന്നാലും ഞാൻ ചിന്തിക്കുക, ആരാ ഇച്ചാനായിട്ട് ഇങ്ങനെ പണി കൊടുക്കുന്നേ? അതിന് ഇച്ചാൻ എന്താ ഇത്രയൊക്കെ ചെയ്തു? അനു നീ സത്യമാണോ പറഞ്ഞേ? ശരിക്കും എഴുന്നേക്കാനൊന്നും കഴിയുന്നില്ലേ? എടി എനിക്ക് അദ്ദേഹത്തിനൊന്നും കാണാൻ കഴിയുമോ? അദ്ദേഹം അങ്ങനെയൊന്നും വിളിക്കണ്ട, നീ കുക്കിച്ചായെന്ന് വിളിച്ചാൽ മതി. ഇച്ചാൻ മോളത്തെ റൂമിൽ കിടക്കുക, എൻ്റെ റൂമിലെ അതിൻ്റെ ഓപ്പോസിറ്റ് റൂം. എടി ഞാനൊന്ന് പോയി കാണുന്നുണ്ടേ. ആരത്? താനോ? എന്തേ ഇന്ന് റൂം മാറി കയറിയതാണോ? എൻ്റെ റൂം അപ്പുറത്താട്ടോ. അത്
ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. ഇങ്ങോട്ടേക്കോ? എന്തുപറ്റി? ഓ, അനു പറഞ്ഞാണല്ലേ എൻ്റെ ഈ അവസ്ഥയെ കുറിച്ച്. ദൈവ സാഹചര്യം ജീവനോടെയുണ്ട്. പിന്നെതാ എൻ്റെ ഈ കാലിന് ചെറുങ്ങനൊരു കെട്ടു. 2 ദിവസത്തേക്ക് എഴുതാൻ പോലും കഴിയില്ല, അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ ആലോചിക്കുന്നില്ല, ഞാൻ അറിയാത്ത ഏത് ശത്രുവാണ് എനിക്കുള്ളത്. ഇത്രയ്ക്കൊക്കെ തരാൻ ഞാൻ അവരോട് എന്താണോ ചെയ്തത്. ഈ വെള്ളം കുടിക്കേ. ഏയ്, എനിക്ക് കുഴപ്പമില്ലടോ. അതൊന്നും പറയാൻ പറ്റില്ല, ഇതൊന്നും കുടിക്കേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, താങ്ക്സ്. പിന്നെ ഈ ഇമ്പോസിഷൻ തരുന്നത് സ്വന്തം രീതി പഠിക്കാനാണ് കേട്ടല്ലോ. പക്ഷെ ഇപ്പൊ എഴുതുന്നത് ജിത്തുവാണ്. പാവം, അവനാരും എൻ്റെ ട്രാപ്പിൽ നിന്ന് പെട്ടുപോയി. അയ്യേ, താനെന്താ കരയാണോ? പക്ഷേ ഞാനതിന് ചീത്തയൊന്നും പറഞ്ഞല്ല, ഞാൻ കാര്യമൊന്നും പറഞ്ഞതേ ഉള്ളൂ. തനിക്കിത് ഇത്രയും ഫീലാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാൽ താൻ ഇമ്പോസിഷനൊന്നും എഴുതണ്ട. ഞാൻ തന്നെ നല്ലതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. താൻ ക്ലാസ് ശ്രദ്ധിച്ചാലല്ലേ എല്ലാം മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു അതുപോലത്തെ ലൈഫിലല്ലോ. എടോ, താൻ കരച്ചിലൊന്നും നിർത്ത്. സോറി, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തേ. എന്നാലും പ്ലീസ് ഒന്ന് എനിക്ക് ക്ഷമ തരണം. അയ്യേ, അതിന് സോറി ഒന്നും പറയണ്ട. ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി. അതിന് ജെയ്ക്ക്, ഞാൻ ഇമ്പോസിഷൻ്റെ കാര്യത്തിനല്ല സോറി ചോദിച്ചത്. ജെയ്ക്കയുടെ ഇപ്പോഴത്തെ കാര്യത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാ. പ്ലീസ് ജെയ്ക്ക് എന്നോട് ക്ഷമിക്കണം. എന്ത്? താനാണോ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ തനിക്കെന്നോട് അത്രയ്ക്കും ദേഷ്യമുണ്ടോ? ഞാൻ ഇമ്പോസിഷൻ തന്നേനാണോ ഇങ്ങനെ? സോറി ജെയ്ക്ക്, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെയൊന്നും വരുന്ന കരുതിയിട്ടല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ ആവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നോട് ക്ഷമിക്കണം ജെയ്ക്ക്. സോറി ജെയ്ക്ക്, നിനക്ക് വേണമെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നന്നേരം അത് കൊള്ളാനുള്ള ബാധ്യത എനിക്കുണ്ട്. പക്ഷെ ഇത് ഇത്രയ്ക്കാവും ഞാൻ പ്രതീക്ഷിച്ചില്ല ജെയ്ക്ക്. സോറി. മതി, കൂൾ ഡൗൺ. ഇനി കരയണ്ട. ഇത് കഴിഞ്ഞില്ലേ. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. എൻ്റെ കാലിൻ്റെ കെട്ടയച്ചാൽ മതി, എനിക്ക് നടക്കാനൊക്കെ കഴിയും. താൻ ഈ കരച്ചിലൊന്ന് നിർത്താതി പ്ലീസ്. എനിക്ക് വേണ്ടിയെങ്കിലും നിർത്ത്. എന്നോട് ക്ഷമിച്ചെന്നെങ്കിലൊന്ന് പറയൂ പ്ലീസ്. ആണോ ടെസ്സ? ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ ഒന്ന് കരച്ചിൽ നിർത്ത് പ്ലീസ്. സോറി, ഞാൻ ഇനി ഒരിക്കലും ആരോടും ഇതുപോലെ ചെയ്യില്ല. ചിരിച്ചിരുന്നേ. ഇനി ഇതാരും കാണുകയൊന്നും വേണ്ട, ആരോടും പറയണ്ട നീ ഇത് ചെയ്തതെന്നൊന്നും. എന്നാൽ ശരി, നീ കുറേ നേരമല്ലേ വന്നത്. എന്നെ താഴെ തിരക്കുന്നുണ്ടാവും ആരെങ്കിലും. നീ എന്നെ താഴേക്ക് ചെന്നോ? ഞാൻ ഇനിയും വരൂട്ടോ. അതെ, എന്നാലും അവള് കിസ്. പുല്ല് മനുഷ്യൻ നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴായിരിക്കും ഇതുപോലത്തെ ഓരോന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഇനി അവളോട് എങ്ങനെ ചോദിക്കും? അത് ഓർത്തിട്ട് എനിക്ക് പിന്നെ എന്തൊക്കെയൊക്കെയോ രോമാഞ്ചം എന്തൊക്കെയോ. എന്നാൽ അവൾ എന്തിനു എനിക്ക് കിസ് തന്നെ? ഇനി മറ്റേതാണോ? എടാ കുക്കി, നീ ആരുടെ കിസിന്റെ കാര്യം പറഞ്ഞേ? ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഇത്രയും പെട്ടെന്ന് നീ എൻ്റെ കിസ് ശരിയാക്കി തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഗോഡ് ബ്ലെസ് മീ.